ഇന്ന് ഞാൻ കുറച്ചേറെ എക്സൈറ്റഡാണ്. വേറൊന്നുമല്ല, വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. ഫ്രണ്ടെന്ന് പറയുമ്പം നമ്മളൊരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഈ ഫ്രണ്ടെന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആവാനും ചാൻസ് ഉണ്ട്. ലൈഫിൽ ഒരാൾക്ക് മാത്രം എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നപ്പം വേണ്ടെന്ന് വെക്കേണ്ടി വന്ന ഫ്രണ്ട്ഷിപ്പാണ് എനിക്കിത്. അങ്ങനെ ഒരാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് നമുക്കിഷ്ടപ്പെട്ടതും വേണ്ടപ്പെട്ടതും മാറ്റി വെക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ കണ്ടില്ലേലും വിളിച്ചില്ലേലും സംസാരിച്ചില്ലേലും ഫ്രണ്ട്സ് എന്ന ഫ്രണ്ട്സ് തന്നെ എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എനിക്ക് വരും. എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ശരണ്യ അവളുടെ പ്രൊഫഷൻ ഒരു മേക്ക് ഓവർ ആർട്ടിസ്റ്റായിട്ട് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഒരു പ്രൗഡ് ഫീലാണ് തോന്നിയത്. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഇടയ്ക്ക് തുള്ളിച്ചാടി കയറി വന്നത് അശ്വനി. അവൾ നന്നായിട്ട് ഹെയർ ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫ്രെയിം രണ്ടുപേരൂടി വന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നെങ്കിലും ഷൂട്ടെല്ലാം നന്നായിട്ട് നടന്നു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.